സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ നദിയിലെ മധുർ സ്റ്റേഷനിലും മഞ്ചേശ്വരം നദി സ്റ്റേഷനിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, ജില്ലയിലെ നിലവിലെ ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ. അതിര കഴിഞ്ഞ 3 ദിവസമായി കാസർഗോഡ് ജില്ലയിൽ പെയ്യുന്ന അതിതീവ്രമായ മഴയ്ക്ക് അല്പം ശമനം ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്ന് അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാസർഗോഡ് ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ അവധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം കളക്ടർ നടത്തിയത്. എന്തായാലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ അവധി നൽകിയിരിക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, അംഗൻവാടികൾ, സ്പെഷ്യൽ ക്ലാസ് എന്നിവയ്ക്കാണ് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതും ദേശീയപാതയിലെ മണ്ണിടിച്ചിലും വലിയ രീതിയിൽ കാസർഗോഡ് ജില്ലയിൽ തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ ദേശീയപാതയിൽ മണ്ണിടിച്ച് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇപ്പൊ ഈ ഭാഗത്തൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഈ ചട്ടഞ്ചാൽ, ദേളി, കാസർഗോഡ് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പ്രധാനമായും തിരിച്ചുവിടുന്നത്. എന്തായാലും മഴയോടനുബന്ധിച്ച് 5 ക്യാമ്പുകളും ജില്ലയിൽ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നുണ്ട്. വെള്ളരിക്കുണ്ട് താലൂക്കിൽ 2ഉം, നീലേശ്വരത്ത് 1ഉം, ഹോസ്ദുർഗ് താലൂക്ക് പരിധിയിൽ 1എണ്ണവും, അങ്ങനെ 5ഓളം ക്യാമ്പുകളാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്നു. അവരെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ 2 മഴ മരണങ്ങൾ കൂടി കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കല്ലുവെട്ട് കുഴിയിൽ വീണ 8 വയസ്സുകാരിക്കാണ് എൺപഗതിയിൽ ദാരുണാന്ത്യം സംഭവിച്ചത്. അതുപോലെ തന്നെ ഒഴുക്കിൽപ്പെട്ട് 8 വയസ്സുകാരനും മരണം സംഭവിച്ചിരുന്നു. അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ നിലവിൽ ഇപ്പോൾ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെ കാണാതായിട്ടുണ്ട്. 65-കാരിയാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. കാസർഗോഡ് ജില്ലയിലെ മിക്ക പുഴകളും കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എല്ലാ പുഴകളും അപകടകരമായ നിലയിലേക്ക് ജലനിരപ്പ് ഉയർന്നു എന്നാണ് ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ ഇറങ്ങുന്നതിനോ മുറിച്ചു കടക്കുന്നതിനോ പാടുള്ളതല്ല. ഈ പുഴയുടെ ഇരുകരയിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മംഗലാപുരം ഭാഗത്തും കനത്ത മഴ തന്നെ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ മംഗലാപുരത്തിൽ പ്രധാനപ്പെട്ട ടൗണുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഭാഗത്തും ജനജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുടക് വനപ്രദേശങ്ങളിലും നമുക്ക് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേജസ്വിനി പുഴ ഒരു പ്രളയ മുന്നറിയിപ്പ് സാധ്യതയിൽ ജില്ലാ ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തുള്ളവർ പ്രത്യേക ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പ്രധാനമായും ജില്ലാ ഭരണ അധികാരികൾ വ്യക്തമാക്കുന്നത്. താലൂക്ക് അടിസ്ഥാനത്തിൽ എല്ലായിടങ്ങളിലും ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ദുരന്ത സാഹചര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എല്ലാ താലൂക്കുകളിലും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത്. വീരമരക്കുന്നിലും മട്ടലായിക്കുന്നിലും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ആശങ്കകൾക്കും വഴിവെക്കുന്നുണ്ട്. ഈ ദേശീയപാത പണി നടക്കുന്ന ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പലയിടങ്ങളിലും ഓവുചാലുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഴിയേത് കുഴിയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത പാലിക്കണം. പരമാവധി സുരക്ഷിത പാതകൾ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയം മുമ്പാണ് കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടോ ജോസഫ്? അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലകളിലും ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന ഹിൽ സ്റ്റേഷനായ റാണിപുരത്തേക്ക് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളിലെ ബീച്ച് ടൂറിസത്തിനും ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ കാസർഗോഡ് ജില്ലയുടെ 79 കിലോമീറ്റർ ദൂരത്തോളം ഇത്തരം കടലാണ്. അതുകൊണ്ട് തന്നെ ഈ കടലിൽ 50 കിലോമീറ്ററോളം ദൂരത്തോളം കടൽ ഭിത്തി ഇല്ലാത്ത ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ ബീച്ച് ടൂറിസം ഏറെ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
കടലാക്രമണവും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം വേഗതയിൽ വീശിയടിക്കാനുള്ള കാറ്റിനുള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ഇത്തരത്തിൽ കടലിറങ്ങുന്നതിന് അനുവാദം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന് വന്നതുപോലെ ഇന്നും ഈ വിനോദസഞ്ചാര മേഖലകളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പൂർണ്ണമായി അടച്ചതായാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു 65-കാരിയെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന് ശരി, ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത്